ഹലോ മക്കളെ, വെൽക്കം ടു വേദാന്ത മലയാളം. എല്ലാവർക്കും വേദാന്ത മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജിയിലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്കറിയാം, വളരെ ചെറിയ ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് മാത്രമല്ല, കോൺസെപ്റ്റ് ഒന്നും നമുക്കിതിൽ പഠിക്കാനില്ല. നമുക്ക് ആകപ്പാട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കഥകളാണ്. എന്തുകൊണ്ടാണ് ഞാൻ കഥകൾ എന്ന് പറഞ്ഞത്? അതായത് നമ്മളെല്ലാവരും അല്ലേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം, അതായത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ചും നശിച്ചുകൊണ്ടിരിക്കുന്ന ബയോഡൈവേഴ്സിറ്റിനെ എങ്ങനെ കൺസേർവ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ വളരെ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഈ ചാപ്റ്ററിൽ നിന്ന് 1-2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഈ ചാപ്റ്റർ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് പോവാം. യെസ്, സോ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ആക്ച്വലി ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നൊരു വാക്ക് ഉണ്ടാവില്ലേ, ആ ഒരു ടേം ഉണ്ടാവില്ലേ, ആ ടേമിനെ ഇത്രയും അധികം പോപ്പുലറൈസ് ചെയ്തത്, അതായത് ആ ഒരു ടേമിനെ ഇത്ര ഫേമസ് ആക്കിയത് എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്ന ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക്, ആ ഒരു ടേം, ആ ടേമിനെ ഇത്ര പോപ്പുലറൈസ് ചെയ്തത്, നമ്മൾ എന്താ പറയുക, ഫേമസ് ആക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് എന്ന് നാട്ടുകാരിലേക്ക് എത്തിച്ചത് എഡ്വേർഡ് വിൽസൺ ആണ് കേട്ടോ. അപ്പോൾ ഈ പേര് നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഭൂമിയിൽ എത്രയോ അധികം സ്പീഷീസ് ഉണ്ട്, എത്രയോ അധികം ഓർഗാനിസംസ് ഉണ്ട്. അതായത് പ്ലാന്റ്സ് ആയിട്ടും അനിമൽസ് ആയിട്ടും ഇഷ്ടം പോലെ ആൾക്കാർ എവിടെയുണ്ട്, നമ്മുടെ ഭൂമിയിലുണ്ട് അല്ലേ. അതിൽ തന്നെ നമുക്ക് ഇവരുടെ എണ്ണം എടുക്കാൻ പറ്റുമോ? ചില ആൾക്കാരുടെ ഒന്നും എണ്ണം തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം ഇൻസെക്ട്സ് ഒക്കെ എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് എണ്ണം എടുക്കാൻ പറ്റില്ല അല്ലേ. അല്ലെങ്കിൽ വലിയ വലിയ ഓർഗാനിസംസിൻ്റെ മാത്രമേ നമുക്ക് എണ്ണം എടുക്കാൻ പറ്റുള്ളൂ. സോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർത്തിൽ, നമ്മുടെ വേൾഡിൽ എത്രയോ ഓർഗാനിസംസ് ഉണ്ട്, ഇവരുടെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്, ആൻഡ് ഓരോ ആൾക്കാർക്കും ഇത്ര നമ്പർ ഉണ്ട് അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. അതായത് ഒന്നുമില്ലടാ, വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, അതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് 1 ഏക്കർ സ്ഥലം തന്നു. ആ 1 ഏക്കർ സ്ഥലം ഒരു കാടാന്ന് വിചാരിച്ചാൽ 1 ഏക്കർ കാട് തന്നു. അപ്പോൾ ആ കാട്ടിൽ നിങ്ങളെ വിട്ടിട്ട് പറഞ്ഞു, ഈ കാട്ടിൽ ഏതൊക്കെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളവിടെ പോയപ്പോൾ നിങ്ങൾ ആനേനെ കണ്ടു, കടുവേനെ കണ്ടു, സിംഹത്തിനെ കണ്ടു അല്ലെങ്കിൽ നിങ്ങൾ ബെയറിനെ കണ്ടു, ഡിയറിനെ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ അതും പോട്ടെ, നമ്മളെ കുഞ്ഞായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, ഉറുമ്പുകൾ അല്ലേ, ഇഷ്ടംപോലെ അങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്തു. ആനിമൽസ് മാത്രമല്ല, നിങ്ങൾ പ്ലാന്റ്സും ലിസ്റ്റ് ചെയ്തു, തേക്കുണ്ട്, ചന്ദനമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതും നിങ്ങൾ ലിസ്റ്റ് ചെയ്തു. ഓക്കെ, ഈ വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഓരോന്നും ഏകദേശം എത്ര എണ്ണം ഉണ്ട് എന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്തു. അതാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ഫോറസ്റ്റിൻ്റെ ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബയോഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ജീൻസ്, സ്പീഷീസ് ആൻഡ് എക്കോസിസ്റ്റം ഓഫ് എ റീജിയൻ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ തന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിൽ എത്രയധികം സ്പീഷീസ് ഉണ്ട്, ആ സ്പീഷീസിൻ്റെ എല്ലാം കൂടി ഒരു ഓവറോൾ ടോട്ടാലിറ്റി ഓഫ് ജീൻസ് എത്രയാണ്. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്ന എക്കോസിസ്റ്റം ഏതാണ്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്ന ആ ഒരു സ്ഥലത്ത് ചിലപ്പം എന്താ പറയുക, ഗ്രാസ് ലാൻഡ് ഉണ്ടാകും, ചിലപ്പോൾ കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു കാട് ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം വന്നല്ലേ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും അധികം വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും അനിമൽസും ആക്ച്വലി നമ്മുടെ ഭൂമിയിലുണ്ട് കേട്ടോ. അതിൽ തന്നെ ചില ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പഠനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നും നമ്മൾ ഇനിയും കണ്ടുപിടിക്കാൻ എത്രയോ അധികം കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ ആൾക്കാരെ നമ്മൾ കാണുന്നേ ഇല്ല. അതായത് പണ്ടുണ്ടായിരുന്നു, അവർ വംശനാശം സംഭവിച്ചു പോയി, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. പക്ഷേ ചില ജീവികളെ നമ്മൾ പുതിയതായിട്ട് ഈ റിസർച്ചിലൂടെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ കണക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ, നമ്മുടെ ഭൂമിയിൽ തന്നെ ആൻസ്, അതായത് ഉറുമ്പുകളുടെ 20,000 സ്പീഷീസ് ഉണ്ട്, 20,000 സ്പീഷീസ് ഓഫ് ഉറുമ്പുകളുണ്ട്, 3 ലക്ഷം സ്പീഷീസ് ഓഫ് ബീറ്റിൽസ് അല്ലെ, നമ്മുടെ വണ്ടുകളുണ്ട്, 28,000 സ്പീഷീസ് ഓഫ് ഫിഷസ് ഉണ്ട്, 20,000 സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിളേ തന്നിട്ടുള്ളൂ അല്ലേ. ആൻഡ്, ബീറ്റിൽ, ഫിഷ്, ഓർക്കിഡ്, ഈ 4 ഓർഗാനിസം അല്ലല്ലോ നമ്മുടെ ഭൂമിയിലുള്ളത്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, ഓരോ ജീവിയിലും തന്നെ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ്, സ്പീഷീസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. ഈ ഒരു ടേമിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്നൊരു സോഷ്യോ ബയോളജിസ്റ്റ് ആണ്. പേര് ഇപ്പം തന്നെ പഠിച്ചോളൂ കേട്ടോ.
ഓക്കെ, യെസ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഓക്കെ, അതായത് ഡൈവേഴ്സിറ്റീനെ തന്നെ നമുക്ക് പല ടൈപ്പിൽ, അല്ലെങ്കിൽ നമുക്കിതിനെ എന്തെന്ന് വിളിക്കാം, പല ലെവലുകളിലായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡൈവേഴ്സിറ്റി? 3 പ്രധാനപ്പെട്ട ലെവലാണുള്ളത് കേട്ടോ. ഒന്നാമത്തതാണ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി, രണ്ടാമത്തതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, മൂന്നാമത്തതാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി? ഒന്ന് ജെനറ്റിക് ഡൈവേഴ്സിറ്റി, രണ്ടാമത്തത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, മൂന്നാമത്തത് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഓരോന്നും ഏതാണെന്ന് നമുക്ക് പഠിക്കണം. ഇതിൽ തന്നെ എക്സാമിന് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നൊരു ചോദ്യം പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തേതാണ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. എന്താ ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ജീനിൽ വരുന്ന വ്യത്യാസം, അല്ല ജെനറ്റിക് വേരിയേഷൻ, ഇതിനെയാണ് നമ്മൾ ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയാം. ഇപ്പോൾ ഒരേ സ്പീഷീസിൽ തന്നെയുള്ള മെമ്പേഴ്സിൻ്റെ ഇടയിൽ ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അല്ലെ, എൻ്റെ ഹൈറ്റും നിങ്ങളുടെ എല്ലാവരുടെയും ഹൈറ്റും സെയിം ആണോ? അല്ല. ഇപ്പം എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ തീരുമാനിക്കുന്ന ഒരു ജീൻ ഉണ്ടല്ലേ, ആ ജീന് എനിക്ക് തരുന്ന ഹൈറ്റാണത്. ചില ആൾക്കാർക്ക് ആ ജീന് കൊടുക്കുന്നത് വലിയ ഹൈറ്റ് ആയിരിക്കും, അതായത് ഭയങ്കര ഉയരമായിരിക്കും, ടോൾ. ചില ആൾക്കാർക്ക് ഉള്ളന്മാരാണ്, ഡ്വാർഫ്. അപ്പോൾ ഒരേ സ്പീഷീസിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? ഈ ഒരു ജെനറ്റിക് വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ. ഇതിനെ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. ഓക്കെ, സോ ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ റൊവോൾഫിയ വൊമിറ്റോറിയ. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഈ ചിത്രം ഒന്ന് നോക്കുക കേട്ടോ. ഇതാണ് റൊവോൾഫിയ വൊമിറ്റോറിയ. ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഓക്കെ, സോ ഇത് ഹിമാലയൻ റീജിയൻസിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ റൊവോൾഫിയ വൊമിറ്റോറിയ എന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ ഇടയിൽ തന്നെ പല മെമ്പേഴ്സും ജെനറ്റിക് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ റൊവോൾഫിയ വൊമിറ്റോറിയ എന്ന് പറയുന്ന പ്ലാന്റ് ഒരു കെമിക്കലിന് ഉണ്ടാക്കുന്നുണ്ട്. ആ കെമിക്കലിന്റെ പേരാണ് റിസർപ്പൈൻ. എന്താണ് ആ കെമിക്കലിന്റെ പേര്? റിസർപ്പൈൻ. അതായത് റൊവോൾഫിയ വൊമിറ്റോറിയ എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ഉണ്ടാക്കുന്ന കെമിക്കൽ റിസർപ്പൈൻ ആണ്. പക്ഷേ ഈ റിസർപ്പൈന് എല്ലാ റൊവോൾഫിയയിലും ഒരേ കോൺസെൻട്രേഷനിലല്ല കാണുന്നത്. ഓക്കെ, അതായത് ചില റൊവോൾഫിയ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഹൈ കോൺസെൻട്രേഷനിൽ ഈ പറയുന്ന റിസർപ്പൈനെ ഉണ്ടാക്കും. ഓക്കെ, പക്ഷെ ചിലർക്ക് വളരെ കുറവ് കോൺസെൻട്രേഷനിൽ മാത്രമേ നമുക്ക് കുറച്ച് എമൗണ്ട് ഓഫ് റിസർപ്പൈൻ മാത്രമേ അതിൽ കാണാൻ പറ്റുള്ളൂ. ഇതെന്തുകൊണ്ടാ? റൊവോൾഫിയ വൊമിറ്റോറിയ എന്ന് പറയുന്ന സ്പീഷീസിൽ തന്നെ വരുന്ന മെമ്പേഴ്സിന്റെ ഇടയിൽ, അല്ലെ, തന്നെ വരുന്ന ചെടികളുടെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? ജെനറ്റിക് ആയിട്ട് വേരിയേഷൻസ് വരുന്നുണ്ട്. ആ ജീനുകൾക്കനുസരിച്ചുള്ള കോൺസെൻട്രേഷനിൽ മാത്രമേ, പൊട്ടൻസിയിൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? അവരിൽ ഈ റിസർപ്പൈൻ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ടാവുന്നുള്ളൂ. അതൊരു ജെനറ്റിക് ഡൈവേഴ്സിറ്റിയാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് പല എക്സാമ്പിൾസ് പറയാമല്ലോ. ഇപ്പം നമ്മുടെ തന്നെ എക്സാമ്പിൾ പറയും. ഇപ്പം ഞാൻ ഹൈറ്റ് കൂടാതെ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്നിൻ്റെ കളർ, എല്ലാവർക്കും ഒരേ സ്കിൻ കളർ അല്ല അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ജീന് തീരുമാനിക്കുന്ന കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈറ്റ് കളർ, ചില ആൾക്കാർ നല്ല ഡാർക്ക് കളർ, ചില ആൾക്കാർ ഒരു വീറ്റിഷ് കളർ, അല്ല, ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. ഓക്കെ, സിംഗിൾ സ്പീഷീസിൽ തന്നെ നമുക്ക് അവരുടെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ജെനറ്റിക് വേരിയേഷൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, എക്സാമ്പിൾ റൊവോൾഫിയ വൊമിറ്റോറിയയിൽ റിസർപ്പൈനിന്റെ കോൺസെൻട്രേഷൻ. യെസ്, ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ തന്നെ 50,000-ഓളം ജെനറ്റിക്കലി ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് റൈസ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ 50,000 ജെനറ്റിക്കലി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വെക്കുന്നത് പൊന്നിയരിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ എറണാകുളം, തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് മട്ടേരിയുടെ ചോറ് കിട്ടും അല്ലേ. പക്ഷെ മലബാറിലേക്കൊക്കെ വരികയാണെങ്കിൽ, ഓക്കെ, എൻ്റെ നാട്ടിൽ തന്നെ വരികയാണെങ്കിൽ, പക്ഷെ നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കുറുവരിയാണ് കിട്ടുക. ഓക്കെ, അതേപോലെ ബസ്മതി ഉണ്ട്. നമ്മൾ മന്തി കഴിക്കുന്ന ആൾക്കാരല്ലേ, മന്തിയുടെ റൈസസ് എല്ലാ റൈസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന അരികളുടെ വെറൈറ്റീസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയിൽ 50,000 വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ട്. അതേപോലെ മാങ്ങ, നമ്മൾ പരസ്പരം പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, ഇത് മൂവാണ്ടൻ മാവാണ് കേട്ടോ, അല്ലേ, അല്ലെങ്കിൽ പഞ്ചാര മാങ്ങയാണ് കേട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. അൽഫോൺസോ, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. സോ 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഓക്കെ, മാംഗോയും റൈസും മാത്രം ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ എത്രയോ അധികം വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പല ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് ഇല്ലേ നമുക്ക് നാടൻ കൂടാതെ എത്ര ടൈപ്പ് ഡോഗ് ഉണ്ട്. ഷിറ്റ്സു ഉണ്ട്, അല്ലെങ്കിൽ ലാബ്രഡോർ ഉണ്ട്, അല്ലെ ഗോൾഡൻ റിട്രീവർ ഉണ്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ടൈപ്പ് ഓഫ് എന്തുണ്ട് ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് ഉണ്ട് അല്ലേ. അതേപോലെ പല ടൈപ്പ് റോസ് നമുക്ക് കാണാൻ പറ്റും, പല ടൈപ്പ് വീറ്റ് നമുക്ക് കാണാൻ പറ്റും, പല ടൈപ്പ് എന്താ പറയുക, ഇപ്പം കസ്റ്റാർഡ് ആപ്പിൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ പപ്പായ കാണാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും അതേപോലെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ആനിമൽസും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഓക്കെ,
ഓക്കെ, അത്രയേ ഉള്ളൂ നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി. അടുത്തതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അതായത് സ്പീഷീസ് ലെവലിൽ നമ്മൾ പറയുന്ന ഡൈവേഴ്സിറ്റിയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലത്തും ഈ സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തല്ല, അത് എന്താ പറയുക, സെയിം അല്ല, റാൻഡം ആണ് അല്ലേ. ഇപ്പം വെസ്റ്റേൺ ഗട്ട്സ് നമുക്കറിയാം, നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈ ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ് അല്ലേ. അപ്പോൾ ഈ വെസ്റ്റേൺ ഗട്ട്സിൽ ആംഫീബിയൻ സ്പീഷീസ് കൂടുതലാണ്. പക്ഷെ അത് എവിടെ കുറവായിരിക്കും? ഈസ്റ്റേൺ ഗട്ട്സിൽ കുറവായിരിക്കും. ഓക്കെ, അതായത് വെസ്റ്റേൺ ഗട്ട്സിൽ ആംഫീബിയൻ സ്പീഷീസ് കൂടുതലും ഈസ്റ്റേൺ ഗട്ട്സിൽ ആംഫീബിയൻ സ്പീഷീസ് കുറവായിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം നമ്മൾ പോളാർ റീജിയനിൽ നിങ്ങൾ പോയാൽ പോളാർ ബെയറിനെയൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മളെ ഇന്ത്യയിൽ നിങ്ങൾ ഏതെങ്കിലും കാട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല അല്ലേ. സോ ഇതാണ് നമ്മളെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അതായത് സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ പല റീജിയനിലും വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അടുത്തതാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. എന്താ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ഇക്കോസിസ്റ്റം ലെവലിൽ വരുന്ന ഡിഫറൻസുകൾ അല്ലെ, ഇക്കോസിസ്റ്റം ലെവലിൽ വരുന്ന ആ ഒരു വ്യത്യാസങ്ങളാണ് നമ്മുടെ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി കേട്ടോ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്, പല മതങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട് അല്ലേ, പലതരത്തിലുള്ള ഭാഷയുണ്ട്, പലതരത്തിലുള്ള ഫുഡ് ഉണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് പലതരത്തിലുള്ള എക്കോസിസ്റ്റം ഉണ്ട്. ഇപ്പം ഇന്ത്യയുടെ മാത്രം കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം ഇന്ത്യയിൽ തന്നെ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കൂടുതലും മരുഭൂമികളാണ്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ എന്തുണ്ട്, മഴക്കാടുകളുണ്ട്, റെയിൻ ഫോറസ്റ്റുകളുണ്ട് അല്ലേ, കണ്ടൽക്കാടുകൾ, മാംഗ്രൂവ്സ് ഉണ്ട്, കോറൽ റീഫ്സ് ഉണ്ട്, വെറ്റ്ലാൻഡുകളുണ്ട്, എസ്റ്റുറീസ് ഉണ്ട് അല്ലെ, മെഡോസ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ എക്കോസിസ്റ്റംസ് കാണാൻ പറ്റും. ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ വെറൈറ്റീസിനെ ഞാൻ എന്തുമായിട്ട് കമ്പയർ ചെയ്യാണ്? നോർവേ ആയിട്ട് കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയാണ് നോർവേ. ഈ നോർവേ ആയിട്ട് ഞാൻ ഇന്ത്യനെ എക്കോസിസ്റ്റം ലെവലിൽ കമ്പയർ ചെയ്യുമ്പം നോർവേയിൽ ഇത്ര വെറൈറ്റീസ് ഓഫ് എക്കോസിസ്റ്റം ഇല്ല. ഇന്ത്യയിലാണ് ഇത്രയും വെറൈറ്റീസ് ഓഫ് എക്കോസിസ്റ്റം ഉള്ളത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. പല സ്ഥലത്തും ഇക്കോസിസ്റ്റം ലെവലിൽ ചേഞ്ചസ് ഉണ്ട്, ഡിഫറൻസുകൾ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, മനസ്സിലായല്ലോ. സോ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി? ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. മക്കളെ നോക്കിക്കേ, ഈ ഫസ്റ്റത്തത് ജനറ്റിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്നതാ. സോ ഈ തന്നിരിക്കുന്നത് ലേഡി ബേർഡ് ബീറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ ലേഡി ബേർഡ് ബീറ്റിൽ ഈ തന്നിരിക്കുന്ന എല്ലാവരും സെയിം ലേഡി ബേർഡ് ബീറ്റിൽ തന്നെയാണ്, എല്ലാവരും ഒരേ ആൾക്കാരാണ്. പക്ഷേ ഒന്ന് നിങ്ങൾ ഇവരെ ശ്രദ്ധിച്ച് നോക്കിക്കേ. ചില ആൾക്കാർ നല്ല റെഡ് കളറിൽ, ചില ആൾക്കാർ ഒരു റെഡും അല്ല യെല്ലോ അല്ല ഒരു ഓറഞ്ച് കളറിൽ, ചില ആൾക്കാർ യെല്ലോ കളറിൽ. അത് മാത്രമല്ല ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്. ഈ സ്പോട്ട്സ് ചിലതിൽ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്, ഡാർക്ക് സ്പോട്ട്സ് അല്ലേ. ചിലതിലോ മങ്ങിയ പോലെയാണ് ഇരിക്കുന്നത്, ചിലതിൽ അത് കാണുന്നേ ഇല്ല. ഇതെന്തുകൊണ്ടാണ്? ഇവർ ഒരേ സ്പീഷി ആണെങ്കിലും ഇവരുടെ മെമ്പേഴ്സിന്റെ ഇടയിൽ ജീനിൽ വരുന്ന വ്യത്യാസം കാരണമാണ് ഇവരുടെ കളറും സ്പോട്ട്സും ഒക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഓക്കെ, ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഈ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ, എത്രയധികം സ്പീഷീസ് ഉണ്ട് അല്ലേ. അതായത് ഇവിടെ ജിറാഫ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ടൈപ്പ് അനിമൽസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് അല്ലേ, അതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി നിങ്ങളൊന്ന് നോക്കിക്കേ. അതായത് ഈ തന്നിരിക്കുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ മഞ്ഞൊക്കെ വീഴുന്ന അങ്ങനെ ഒരു റീജിയനാണ് തന്നിരിക്കുന്നത്. ഇതൊരു ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിൽ അവിടെ ജീവിക്കാൻ, അവിടുത്തെ അഡാപ്റ്റേഷനുമായിട്ട് ഇണങ്ങി പോകുന്ന ടൈപ്പ് ഓഫ് സ്പീഷീസ് ആണ് ഉണ്ടാവുക. അല്ല നമ്മൾ മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് അവിടെ ഇണങ്ങി പോകുന്ന ടൈപ്പ് ഓഫ് സ്പീഷീസ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇതാണ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. സോ ഇതൊക്കെയാണ് നമുക്ക് 3 ടൈപ്പ് ഡൈവേഴ്സിറ്റി പഠിക്കാനുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ പറഞ്ഞടാ. സോ നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി ഈസ് ഓഫ് 3 ലെവൽസ്. ഈ 3 ലെവൽസ് ഏതൊക്കെയാണെന്ന് നെയിം ചെയ്യണം. ഏതൊക്കെയാണ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഹൂ പോപ്പുലറൈസ്ഡ് ദ ടേം ബയോഡൈവേഴ്സിറ്റി? ആരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വാക്ക് ഇത്രയധികം ഫേമസ് ആക്കിയത്? എഡ്വേർഡ് വിൽസൺ. ഓക്കെ, ആരാണടാ? എഡ്വേർഡ് വിൽസൺ. യെസ്. ഓക്കെ, അടുത്തത് ഹൗ മെനി സ്പീഷീസ് ആർ ദർ ഓൺ എർത്ത് ആൻഡ് ഹൗ മെനി ഇൻ ഇന്ത്യ? അറിയോ? അതായത് നമ്മുടെ ഭൂമിയിൽ എത്ര വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ എത്ര വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉണ്ട്? ഒരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മുടെ ഇന്ത്യയിൽ 50,000 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓർ സ്ട്രെയിൻസ് ഓഫ് റൈസ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ ഉണ്ട്. ഇനി നമ്മുടെ IUCN, അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ
ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഇവരുടെ കണക്ക് പ്രകാരം 1.5 മില്യൺ സ്പീഷീസ് ആണ് ഇതുവരെ നമ്മുടെ ഭൂമിയിൽ നമ്മൾ കണ്ടെത്തിയതും ഡിസ്ക്രൈബ് ചെയ്തതും. എന്താണ് IUCN പറഞ്ഞത്? 1.5 മില്യൺ സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഭൂമിയിൽ ഇത്രയും നാൾ കൊണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ IUCN 2004 ഒരു റെഡ് ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2004 ഒരു റെഡ് ലിസ്റ്റ്. ഓക്കെ, ആ റെഡ് ലിസ്റ്റിൽ ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ അവസാനത്തെ 500 വർഷം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ലാസ്റ്റത്തെ ഒരു 500 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇത് 2004 ഇറക്കിയതാണ്. അപ്പോൾ 2004 നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ ഒരു 500 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ 784 സ്പീഷീസ് നമ്മുടെ ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്, വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ 754 സ്പീഷീസിൽ 338 വേർട്ടിബ്രേറ്റ്സ് ആണ്, 359 ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ്, 87 പ്ലാന്റ്സ് ആണ്. ഓക്കെ, അതായത് 2004 റെഡ് ലിസ്റ്റ് പ്രകാരം 784 സ്പീഷീസ് വംശനാശം സംഭവിച്ചു പോയി, നമുക്ക് അവരെ കാണാൻ പോലും പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ഡിനോസേഴ്സ് ഒക്കെ. ഓക്കെ, അതിൽ 338 വേർട്ടിബ്രേറ്റ്സ്, 359 ഇൻവേർട്ടിബ്രേറ്റ്സ്, 87 പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഇനി മറ്റൊരാളുണ്ട്, അദ്ദേഹമാണ് റോബർട്ട് മേ. എന്താണടാ? റോബർട്ട് മേ. അപ്പൊ റോബർട്ട് മേ ഗ്ലോബലി സ്പീഷീസിനെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ, അതായത് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കിയപ്പം ഇദ്ദേഹം പറയുന്നത് 7 മില്യൺ സ്പീഷീസ് ആണ് നിലവിലുള്ളത് എന്നാണ്. എത്രയാണ്? 7 മില്യൺ സ്പീഷീസ് ആണ് നമ്മുടെ ഭൂമിയിൽ ഇപ്പം ഉള്ളത് എന്നാണ് റോബർട്ട് മേ പറഞ്ഞത്. ആൻഡ് ഓൾസോ അതിൽ അനിമൽസ് ആണ് കൂടുതൽ, അതായത് 70% അനിമൽസ് ആണ്, 22% മാത്രമേ പ്ലാന്റ്സും അതുപോലെ ഫഞ്ചൈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉള്ളൂ. ഓക്കെ, 70% എന്താണ്? അനിമൽസ്, 22% എന്താണ്? പ്ലാന്റ്സ് ഇൻക്ലൂഡിങ് ഫഞ്ചൈ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ +1 പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമൽ കിങ്ഡം ആർത്രോപോഡയാണ്. അല്ലെ, ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമൽ കിങ്ഡം എന്താണെടാ? ആർത്രോപോഡ. അപ്പം ഈ ഒരു ആർത്രോപോഡ, അതായത് ആനിമൽ കിങ്ഡത്തിൽ ഈ ഒരു ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും സ്പീഷീസ് വരുന്നത് എന്ന് വെച്ചാൽ, ഇവർക്ക് ഇൻസെക്റ്റ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഇൻസെക്റ്റയിൽ ഇൻസെക്ട്സ് ആണുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ നമ്മളെ ഭൂമിയിലെ നിങ്ങൾ ഓരോ 10 അനിമൽസിന് എടുത്താൽ അതിൽ 7 പേര് ഇൻസെക്ട്സ് ആയിരിക്കും, 3 പേരാണ് വേറെ സ്പീഷീസ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഈ റൂമിൽ തന്നെ ഞാനല്ലാതെ ഇനി ഈ റൂമിലുള്ളത് എനിക്ക് തോന്നുന്നു കുഞ്ഞു ഫ്ലൈസ് മാത്രമേ ഇരിക്കും. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഓരോ 10 അനിമൽസിലും 7 പേര് ഇൻസെക്ട്സ് ആണ്, ബാക്കി 3 പേര് വേറെ സ്പീഷീസ് ഓഫ് അനിമൽസ് ആയിരിക്കും. അതുകൊണ്ടാണ് ആർത്രോപോഡ ഇത്രയും അധികം വലിയ എന്തായത്, ഇത്രയും അധികം വലിയ ഫൈലമായത്. ആൻഡ് അതിൽ ഇൻസെക്റ്റ് എന്ന് പറയുന്ന ക്ലാസ് വരുന്നുണ്ട് അല്ലേ. അപ്പം ഇൻസെക്ട്സ് 70% നമ്മുടെ ഭൂമിയിലുള്ളത്. അതായത് മൊത്തത്തിൽ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് 70% അനിമൽസ് എന്തെന്നാ? ഇൻസെക്ട്സ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഫഞ്ചൈ സ്പീഷീസിനെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മളെ ഭൂമിയിലുള്ള ഫംഗസിന്റെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഫിഷസിന്റെ സ്പീഷീസിന് എടുത്തു, ആംഫീബിയൻസിന്റെ സ്പീഷീസിന് എടുത്തു, റെപ്റ്റൈൽസിന്റെ സ്പീഷീസിന് എടുത്തു, മാമൽസിന്റെ സ്പീഷീസിന് എടുത്തു. ഇവരെല്ലാവരെയും കൂടി ഞാൻ എന്ത് ചെയ്തു? കണക്ക് കൂട്ടി. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഇത്ര നമ്പർ കിട്ടി. അതിനേക്കാൾ കൂടുതലാണ് ഫഞ്ചൈന്റെ നമ്പർ ഉള്ളത്. അപ്പൊ ഫഞ്ചൈ സ്പീഷീസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഫിഷസ് പ്ലസ് ആംഫീബിയൻസ് പ്ലസ് റെപ്റ്റൈൽസ് പ്ലസ് മാമൽസ്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിൽ ഭൂമിയുടെ ലാൻഡ് ഏരിയയിൽ എത്ര ശതമാനം വരിക? 2.4% വരുള്ളൂ. അതായത് ഇത് ഭൂമി, ഈ ഭൂമി 100%. ഓക്കെ, ഈ 100%ത്തിൽ 2.4% മാത്രമാണ് ആരുടെ ലാൻഡ് ഏരിയ? നമ്മുടെ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ വരുന്നത്. പക്ഷേ 8.1% സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഓക്കെ, അതായത് 8.1 സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമ്മൾ കംപ്ലീറ്റ് വേൾഡിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ലോകത്തിൽ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും അനിമൽസും ഡിഫറെൻറ്റ് സ്പീഷീസും ഒക്കെയുള്ള 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ്. അതിലൊരാൾ ഇന്ത്യയാണ്. കാരണം 8.1% ഓഫ് ഡൈവേഴ്സിറ്റി ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഇന്ത്യ. ഓക്കെ, സോ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസിൽ ഒന്നെന്താണ്? ഇന്ത്യയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഏകദേശം 45,000 സ്പീഷീസ് പ്ലാന്റ്സ് ഉണ്ട്. അതിൻ്റെ ഡബിൾ അനിമൽസും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതായത് 45,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിൻ്റെ ഡബിൾ, അതിൻ്റെ ട്വൈസ് അനിമൽസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഓക്കെ,
യെസ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം 1-2 തവണ ഈ ഒരു ചിത്രം തന്നിട്ട് നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഇതിൽ പ്ലാന്റ്സും ഇൻവേർട്ടിബ്രേറ്റ്സും വെർട്ടിബ്രേറ്റ്സിനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേടാ മക്കളെ, ഇത് ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, യെസ്, ഇതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇൻസെക്ട്സ് ആണ്, പിന്നെ മൊളുസ്കൻസ്, ക്രസ്റ്റേഷ്യൻസ്, പിന്നെ ബാക്കി എല്ലാ ഗ്രൂപ്പ് ഓഫ് അനിമൽസും. ഓക്കെ, ഇത് വേർട്ടിബ്രേറ്റ്സിന്റെ ആണ്. ഏറ്റവും കൂടുതൽ ഫിഷസ്, പിന്നെ ബാക്കി എല്ലാവരും ഏകദേശം ഈക്വലാ, പക്ഷെ ബേർഡ്സ് കുറച്ചുകൂടി കൂടുതലാണ്, പിന്നെ റെപ്റ്റൈൽസ്, പിന്നെ ആംഫിബിയൻസ്, പിന്നെയാണ് മാമൽസ്. പ്ലാന്റ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻജിയോസ്പേംസും ഫഞ്ചയും കൂടുതലാണ് അല്ലെ, ഫ്ലവറിംഗ് പ്ലാന്റ്സും ഫംഗസും കൂടുതലാണ്. പിന്നെ ആൽഗെ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മോസസ്, ഫേൺസ്, പിന്നെ ലൈക്കൻസ്. ഇങ്ങനെയാണ് ഈ ഒരു സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് വെർട്ടിബ്രേറ്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, സെറ്റ്. യെസ്, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എത്ര സ്പീഷീസ് നമ്മൾ ഏർത്തിലും ഇന്ത്യയിലും ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഫിഗർ വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും കേട്ടോ. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കണ്ടോ, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. 2 പാറ്റേൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റും പിന്നെ ഒന്ന് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പും. ഓക്കെ, എടാ മക്കൾ, ഇതിലേക്ക് പോകുന്നതിന് മുന്നേ മാം ഒരു കാര്യം നോക്കിക്കോട്ടെ കേട്ടോ. യെസ്, ഏതൊക്കെയാണ് 2 പാറ്റേൺസ്? ഒന്ന് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റും മറ്റൊന്ന് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പും. ഇതിൽ ഫസ്റ്റത്തതാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. എന്താ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കളെ നോക്കിക്കടാ, ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഭൂമി എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ സെന്ററിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ടല്ലോ, ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇക്വേറ്റർ അല്ലെ, അതാണ് ഇക്വേറ്റർ. ആ ഇക്വേറ്ററിനോട് ചേർന്ന് കാണുന്ന റീജിയൻസ് അതാണ് ട്രോപ്പിക്കൽ സോണും അല്ലെ, ട്രോപ്പിക്കൽ സോണും. കണ്ടോ, അതായത് മുകളിലും താഴെയായിട്ട് ഇക്വേറ്ററിന് ചുറ്റിലും എന്താണുള്ളത്? ട്രോപ്പിക്കൽ സോൺ. ട്രോപ്പിക്കൽ സോൺ കഴിഞ്ഞിട്ടാണ് പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ടെമ്പറേറ്റ് സോൺ വരുന്നത്. പിന്നെ ഏറ്റവും ഭൂമിയുടെ 2 അറ്റങ്ങളിൽ 2 പോളുകളിലായിട്ട് പോളാർ റീജിയൻസ് വരുന്നത് അല്ലെ. ഇത് നോർത്ത് പോൾ ആണ്, ഇത് സൗത്ത് പോൾ ആണ്. അവിടേക്ക് വരുമ്പോൾ പോളാർ സോണുകളാണ്. സോ ഇതാണ് ഭൂമി എന്ന് വിചാരിക്കുക. ഇതാണ് ഇക്വേറ്റർ അല്ലെ, ഇതാണ് ഇക്വേറ്റർ. ആൻഡ് ഇക്വേറ്ററിന്റെ ചുറ്റിലും വരുന്ന ഭാഗം അതാണ് ട്രോപ്പിക്കൽ സോൺസ് അല്ലെ. ഇത് ട്രോപ്പിക്കൽ റീജിയൻ, ഇതും ട്രോപ്പിക്കൽ റീജിയൻ. പിന്നെ വരുന്നത് ടെമ്പറേറ്റ് സോൺ ആണ്. ഓക്കെ, പിന്നെ ഏറ്റവും അറ്റത്ത് പോളാർ സോൺസ് ആണ്, പോളാർ സോൺസ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ചത്, ആർട്ടിക് സർക്കിൾ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഒക്കെ അല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷെ അതിന്റെ ആവശ്യമൊന്നും നമുക്ക് ഇവിടെ ഇല്ല. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇക്വേറ്ററിനോട് ചേർന്ന് കാണുന്ന ഭാഗം അത് ട്രോപ്പിക്കൽ റീജിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ടെമ്പറേറ്റ്, ഏറ്റവും അറ്റത്തായിട്ട് പോളാർ സോൺസ് ആണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പം എവിടെയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതൽ ഉണ്ടാവുക? എവിടെയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതൽ ഉണ്ടാവുന്നത്? നമ്മുടെ ഇക്വേറ്ററിന്റെ ഭാഗങ്ങളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാവുക. അതായത് ഇക്വേറ്ററിനോട് ചേർന്ന് കാണുന്ന ഭാഗം ഏതാണ്? ട്രോപ്പിക്കൽ സോണുകൾ. അപ്പൊ ട്രോപ്പിക്കൽ റീജിയൻസിൽ മെയിൻ ആയിട്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, വൈഡ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസും അതിന്റെ തന്നെ ഇഷ്ടം പോലെ നമ്പറും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് നമ്മളിങ്ങനെ വിട്ടുപോകുന്നതിനനുസരിച്ച്, അതായത് ഇക്വേറ്ററിൽ നിന്ന് വെൻ വി മൂവ് എവേ, എവിടേക്ക്? ടെമ്പറേറ്റ് ടു പോളാർ. ഇങ്ങനെ നമ്മൾ പോകുന്നതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. ഓക്കെ, സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. ഓക്കെ, കുറഞ്ഞു വരും. ഇതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എപ്പോഴും ഇക്വേറ്ററിൽ നിന്ന് പോളുകളിലേക്ക് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. നമുക്കറിയാലോ, നമ്മുടെ ഭൂമിയിൽ മൊത്തത്തിൽ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം അല്ല, ഒരുപോലെയല്ല. അതായത് ഇന്ത്യയിൽ ഇത്ര, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഇത്ര, അമേരിക്കയിൽ ഇത്ര, ഇതെല്ലാം ഒരുപോലെ ഒരിക്കലും അല്ല കേട്ടോ. ഈക്വൽ അല്ല, അൺഈക്വൽ ആണ്, റാൻഡം ആണ്. ഓക്കെ, സോ ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എപ്പോഴും ഇക്വേറ്ററിൽ നിന്ന് പോളുകളിലേക്ക് പോകുമ്പോഴേക്ക് എന്ത് ചെയ്തു വരുന്നു? കുറഞ്ഞു വരുന്നു. അതായത് ലോ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പം ഇത് കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ലോ ആൾട്ടിറ്റ്യൂഡ്, ഇവിടേക്ക് വരുമ്പോൾ എന്താ? ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ആണ് അല്ലെ. അപ്പൊ ലോയിൽ നിന്ന് ഹൈയിലേക്ക് വരുമ്പോൾ, ഇക്വേറ്ററിൽ നിന്ന് അല്ലെ, ഇത് ഇക്വേറ്റർ ആണ്, ഇക്വേറ്ററിൽ നിന്ന് പോളുകളിലേക്ക് വരുമ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുന്നു. ദിസ് ഈസ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉണ്ടാവുക എവിടെയാണ്? ട്രോപ്പിക്കലിലാണോ, ടെമ്പറേറ്റിലാണോ, പോളാറിലാണോ? ഓഫ് കോഴ്സ് ട്രോപ്പിക്കൽ റീജിയനിൽ അല്ലെ. ട്രോപ്പിക്കൽ റീജിയൻ അല്ലേ ഇക്വേറ്ററിനോട് ചേർന്ന് കാണുന്നത് അല്ലെ, ട്രോപ്പിക്കൽ.
സോ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത് എവിടെയാണ്? ട്രോപ്പിക്കൽ റീജിയൻസിലാണ്. എന്തിനേക്കാൾ? ടെമ്പറേറ്റിനേക്കാൾ, പോളാറിനേക്കാൾ. ഓക്കെ, ശരിക്കും ട്രോപ്പിക്കലിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ വരുന്നത് ടെമ്പറേറ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുള്ളൂ? പോളാർ റീജിയൻസ് വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നോക്കിക്കട്ടെ മക്കളെ. ഇപ്പം നമ്മുടെ എന്താ പറയുക, കൊളംബിയ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ കൊളംബിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത് ഇക്വേറ്ററിനോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏകദേശം 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഇക്വേറ്ററിന്റെ അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്, റീജിയനാണ് കൊളംബിയ. അതുകൊണ്ട് തന്നെ കൊളംബിയയിൽ 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. പക്ഷെ ഞാൻ കൊളംബിയനെ ബാക്കിയുള്ള സ്ഥലമായിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പൊ ന്യൂയോർക്കുമായിട്ട് കമ്പയർ ചെയ്തു. ന്യൂയോർക്കിൽ വെറും 105 സ്പീഷീസ് ഓഫ് ബേർഡ്സേ ഉള്ളൂ. ഗ്രീൻലാൻഡിലോ വെറും 56 സ്പീഷീസ് ഓഫ് ബേർഡ്സേ ഉള്ളൂ. നന്നായിട്ട് കുറഞ്ഞില്ലേ അല്ലേ? സോ ഇക്വേറ്ററിനോട് ചേർന്ന് കാണുന്ന ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കൊളംബിയ വിത്ത് 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ബിക്കോസ് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് നിയർ ടു ഇക്വേറ്റർ. ഓക്കെ, വെൻ ഇറ്റ് ഇസ് കമ്പയർഡ് ടു ന്യൂയോർക്ക് ആൻഡ് ഗ്രീൻലാൻഡ് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ വളരെ കുറവും നമ്മുടെ കൊളംബിയക്ക് വളരെ കൂടുതലായിരിക്കും. ഇനി ഞാൻ ഇന്ത്യയുടെ കാര്യം ചോദിക്കാമല്ലോ. നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മെയിൻ ലാൻഡ് ഏരിയ കംപ്ലീറ്റ് എവിടെ തന്നെയാണ്? ട്രോപ്പിക്കൽ എന്താ പറയുക റീജിയനിലാണ് വരുന്നത് കേട്ടോ. സോ നമുക്ക് 1200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. കാരണം നമ്മൾ കിടക്കുന്നത് എവിടെയാ? ഇക്വേറ്ററിൽ, അല്ലെങ്കിൽ ഇക്വേറ്ററിനോട് ചേർന്ന് കാണുന്ന ട്രോപ്പിക്കൽ റീജിയനിലാണ് ഇന്ത്യയുടെ മെയിൻ ലാൻഡ് ഏരിയ അല്ലെങ്കിൽ മെജോറിറ്റി ലാൻഡ് ഏരിയ കിടക്കുന്നത്. സോ നമുക്ക് 1200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ ഒരു കാര്യം എന്താ പറയുക എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. അതായത് ട്രോപ്പിക്കൽ റീജിയനിൽ ബയോഡൈവേഴ്സിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ടെമ്പറേറ്റ്, ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പോളാർ റീജിയൻ. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഇപ്പം നമ്മുടെ ഇക്വേഡർ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ്. അടുത്ത എക്സാമ്പിൾ ആണ് കേട്ടോ. സൗത്ത് അമേരിക്ക ഉണ്ടാവില്ലേ? സൗത്ത് അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ് ഇക്വേഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഡറിലുള്ള ഫോറസ്റ്റ് മെയിൻ ആയിട്ട് കിടക്കുന്നത് എവിടെയാ? ട്രോപ്പിക്കൽ റീജിയനിൽ. അപ്പൊ അതെന്ത് ഫോറസ്റ്റ് ആയിരിക്കും? ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആയിരിക്കും അല്ലെ? ആക്ച്വലി ഇപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഡർ എന്ന് പറയുന്ന സ്ഥലത്തിന്, അതായത് ട്രോപ്പിക്കൽ റീജിയൻസ് ആണ് മെയിൻ ആയിട്ട് ഇവരുടെ ഫോറസ്റ്റ് എല്ലാം. സോ ഇതിനെ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യാണ്? USA തന്നെ മിഡ് വെസ്റ്റ് റീജിയനുമായിട്ട് കമ്പയർ ചെയ്യാണ്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇക്വേഡറിൽ 10 മടങ്ങ് വാസ്കുലാർ പ്ലാന്റ്സ് കൂടുതലായിരിക്കും. കാരണം എന്തുകൊണ്ടാ? ഇക്വേഡറിൽ വരുന്നത് ട്രോപ്പിക്കലാണ്, പക്ഷെ മിഡ് വെസ്റ്റ് ഓഫ് ദി USA എന്ന് പറയുന്നത് അത് ടെമ്പറേറ്റ് റീജിയൻ ആണ്. അത് കിടക്കുന്നത് എവിടെയാ? ടെമ്പറേറ്റ് റീജിയൻ അല്ലേ? അത് ടെമ്പറേറ്റ് റീജിയനും ഇക്വേഡർ എന്ന് പറയുന്നത് എന്താ? അവിടുത്തെ ഫോറസ്റ്റ് ഒക്കെ ട്രോപ്പിക്കൽ റീജിയനാണ്. അപ്പൊ ട്രോപ്പിക്കലിലാണല്ലോ ടെമ്പറേറ്റിനേക്കാൾ കൂടുതൽ സ്പീഷീസ് വേണ്ടേ. അതുകൊണ്ട് തന്നെ ഇക്വേഡറിൽ 10 times more vascular plants species ഉണ്ട് than that of the temperate region, that is Midwest of the USA. ഓക്കെ, ഇത് ഒരു എക്സാമ്പിൾ ആണ്. സോ കൊളംബിയയുടെയോ ഇതിന്റെയോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇക്വേഡർ, അതാ ഇക്വേറ്റർ അല്ലെ, ഇക്വേഡർ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ്, ട്രോപ്പിക്കൽ റീജിയൻ ആണ്. സോ അവിടെ ഏറ്റവും കൂടുതൽ വാസ്കുലർ പ്ലാന്റ്സിന്റെ സ്പീഷീസ് ഉണ്ട് ദാൻ ദാറ്റ് ഓഫ് ദി ടെമ്പറേറ്റ് റീജിയൻ, ദാറ്റ് ഇസ് മിഡ് വെസ്റ്റ് ഓഫ് ദി USA. ഇനി അടുത്തതാണ് നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഏത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്? നമ്മുടെ ഭൂമിയുടെ തന്നെ അല്ലെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്, അതായത് ലങ്സ് ഓഫ് ദ പ്ലാനറ്റ്. ആരാടാ? ലങ്സ് ഓഫ് ദ പ്ലാനറ്റ്, ലങ്സ് ഓഫ് എർത്ത്, ദാറ്റ് ഇസ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് അല്ലെ, ആമസോൺ മഴക്കാടുകൾ എന്നാണ് നമ്മൾ പറയാ അല്ലെ. ഭൂമിയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള മഴക്കാടുകളാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഓഫ് ആമസോൺ. ഏകദേശം 40,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഇവിടെയുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഇതങ്ങനെ അങ്ങോട്ട് പരന്ന് കിടക്കുകയാണ്. അവിടെ പോയാൽ നമുക്കിനി കാണാൻ ഒരു ജീവജാലവും ഉണ്ടാവില്ല, എല്ലാം കിടക്കുന്നത് അവിടെയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ഭൂമിക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് നോൺ ആസ് ലങ്സ് ഓഫ് ദ പ്ലാനറ്റ്. അപ്പൊ ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? 40,000 സ്പീഷീസ് ഓഫ് എന്തുണ്ട്? പ്ലാന്റ്സ് ഉണ്ട്. 3000 സ്പീഷീസ് ഓഫ് ഫിഷസ് ഉണ്ട്. 1300 ബേർഡ്സ്, 427 മാമൽസ്, 427 ആംഫിബിയൻസ്, 378 റെപ്റ്റൈൽസ് ആൻഡ് 1,25,000 കൂടുതൽ ഇൻവെർട്ടിബ്രേറ്റ്സ് ആമസോൺ റെയിൻ ഫോറസ്റ്റിലുണ്ട്. ഓക്കെ, നമ്മുടെ സൗത്ത് അമേരിക്കയിലുള്ള വലിയ കാടുകളാണ് ട്രോപ്പിക്കൽ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് വിത്ത് ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. അമേരിക്കയിലല്ല കേട്ടോ, ഭൂമിയിൽ തന്നെ വെച്ചിട്ട്. കാരണം ഇത്രയും വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്, ഫിഷ്, ബേർഡ്, മാമൽസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം കിടക്കുന്നത് ഈ റെയിൻ ഫോറസ്റ്റിലാണ്.
പക്ഷെ എന്ന് വെച്ചിട്ട് ഇയാൾ സേഫ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ മനുഷ്യന്മാരുടെ കയ്യിലിരിപ്പ് കാരണം ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇപ്പൊ ഭീതിയിലാണ്. അത് നമ്മൾ പഠിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ് പഠിക്കാം. യെസ്, അടുത്ത ടോപ്പിക്കിൽ പഠിക്കാം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ ട്രോപ്പിക്കൽ റീജിയൻ ഇത്ര സ്പെഷ്യൽ ആവുന്നത്? എന്തുകൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയനിൽ ഈ ഒരു ഗ്രേറ്റർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്? ഇപ്പൊ നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റിൽ പഠിച്ചത് എന്താണ്? ഇക്വേറ്ററിനോട് ചേർന്ന് കാണുന്ന ഭാഗം അത് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അവിടെ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവും ദാൻ ദാറ്റ് ഓഫ് ദ ടെമ്പറേറ്റ് ആൻഡ് പോളാർ റീജിയൻ. വൈ? അതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ഇക്വേറ്ററിനോട് ചേർന്ന് കാണുന്നു എന്നുള്ളത് മാത്രമല്ല കേട്ടോ. ഇതെന്താന്ന് വെച്ചാല് ഈ ട്രോപ്പിക്കൽ റീജിയൻസ് എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട്, എത്രയോ വർഷങ്ങളായിട്ട് അൺഡിസ്റ്റർബ്ഡാ. എന്താ അൺഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞാൽ? ആരും പോയിട്ട് ചൊറിയാനില്ല, വെറുപ്പിക്കാനില്ല. എന്താ സംഭവം? അതായത് ഇപ്പൊ നമ്മൾ ടെമ്പറേറ്റോ അല്ലെങ്കിൽ പോളാർ റീജിയനോ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കുറെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ നടന്നിട്ടുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ, മെയിനായിട്ട് ഗ്ലേസിയേഷൻ, അതായത് മഞ്ഞൊക്കെ ഉരുകി വെള്ളപ്പൊക്കൊക്കെ വന്ന് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഫേസ് ചെയ്യുന്ന സ്ഥലമാണ് പോളാറും ടെമ്പറേറ്റും റീജിയൻസ് ഒക്കെ. പക്ഷെ ഇങ്ങനെയുള്ള എന്താ പറയാ ബുദ്ധിമുട്ടുകളൊന്നും ആർക്ക് ഇതുവരെ വന്നിട്ടില്ല, ട്രോപ്പിക്കൽ റീജിയൻസിന് വന്നിട്ടില്ല. സോ എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അൺഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്പീഷീസിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ നടക്കും. അതായത് സ്പീഷീസിനൊക്കെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? റീപ്രൊഡ്യൂസ് ചെയ്യാനും ആ ഒരു ഹാബിറ്ററ്റിനോട് അഡാപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ചുള്ള എവല്യൂഷനും കാര്യങ്ങളൊക്കെ അവർക്ക് നടന്നിട്ടുണ്ട്. പുതിയ പുതിയ കുറെ സ്പീഷീസ് എവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം എവിടെ സുഖമായിട്ട് നടക്കും? ട്രോപ്പിക്കൽ റീജിയനിൽ നടക്കും. അതാണ് പ്രധാനമായിട്ടും ഒരു കാര്യം. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ലെസ് സീസണലാ. ഓക്കെ, ലെസ് സീസണലാണ്. കോൺസ്റ്റന്റ് ആൻഡ് പ്രിഡിക്റ്റബിൾ സീസൺസ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അതായത് ഇപ്പൊ ട്രോപ്പിക്കൽ റീജിയന് ഓവറായിട്ട് എന്ത് കാണിക്കുന്നില്ല, ഇങ്ങനെ വെറൈറ്റി ഓഫ് സീസൺസ് കാണിക്കുന്നില്ല. അതായത് ഇങ്ങനെ സീസൺ മാറിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമ്പം സ്പീഷീസിന് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? പക്ഷെ ഇവിടെ ബുദ്ധിമുട്ടില്ല. കാരണം ലെസ് സീസണലാണ് ട്രോപ്പിക്കൽ എൻവയോൺമെന്റ്സ്. ഓക്കെ, അതായത് സീസണൽ ചേഞ്ചുകൾ, ക്ലൈമറ്റിക് ചേഞ്ചുകളൊന്നും വല്ലാതെ ഇവരെ ബാധിക്കുന്നില്ല. മോർ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഒരേ ലെവലിൽ പോകുന്ന സീസൺസ് ആയിരിക്കും. അതും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീസണൽ ചേഞ്ചസ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കോൺസ്റ്റന്റ് എൻവയോൺമെന്റ് ഉണ്ട്. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിഷേ സ്പെഷ്യലൈസേഷൻ നടക്കും. അപ്പോൾ നിഷേ സ്പെഷ്യലൈസേഷൻ കാരണം സ്പീഷീസ് ഡൈവേഴ്സിറ്റി നന്നായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. നിഷേ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അവിടെയുള്ള സ്പീഷീസിന് ആ ഹാബിറ്ററ്റിനോട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ്, വേരിയേഷൻസ് അവരുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവർ ആ ഒരു എൻവയോൺമെന്റിനോട് അഡാപ്റ്റ് ആയിപ്പോയി. അതായത് അവർക്ക് നാച്ചുറൽ സെലക്ഷൻ നടക്കും. ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ നടക്കും. നാച്ചുറൽ സെലക്ഷൻ ഒക്കെ നടന്നു അല്ലെ? ആൻഡ് അവർ ആ ഒരു എൻവയോൺമെന്റിന് ഫിറ്റ് ആണെങ്കിൽ അവർ നന്നായിട്ട് സർവൈവ് ചെയ്യും. ആൻഡ് ഓൾസോ അവർക്ക് ഫേവറബിൾ ചേഞ്ചസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവർ പുതിയ സ്പീഷീസിനെ ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെയാണ് ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈ സ്ഥലങ്ങളിലേക്ക് വരുന്നത് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ കാര്യം, ലെസ് സീസണൽ ആൻഡ് ഇറ്റ് ഇസ് മോർ കോൺസ്റ്റന്റ് ആൻഡ് പ്രഡിക്റ്റബിൾ. അടുത്തതാണ് മോർ സോളാർ എനർജി. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലെ? ഇവിടെ ഏറ്റവും കൂടുതൽ എനർജി, സൺലൈറ്റ് അല്ലെ? എനർജി എന്ന് പറയുമ്പോൾ സോളാർ എനർജിയാണ്. സൺലൈറ്റ് കിട്ടുന്നത് എവിടെയാ? നോക്കടാ. യെസ്, അത് നമ്മുടെ ട്രോപ്പിക്കൽ സോണിലാണ്. ഏറ്റവും കൂടുതൽ സൺലൈറ്റ് വരുന്നത് ട്രോപ്പിക്കൽ സോണിലായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ടെമ്പറേറ്റിൽ വരിക അല്ലെ? ഏറ്റവും കുറവ് ചില സ്ഥലത്തൊന്നും ഇല്ല അത് നമ്മുടെ പോളാർ റീജിയൻസിലായിരിക്കും. സോ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ഓർ സോളാർ എനർജി കിട്ടുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിനാണ്. സോ ഹൈ പ്രൊഡക്ടിവിറ്റി, അതായത് കൂടുതൽ സോളാർ എനർജി കിട്ടുകയാണെങ്കിൽ നന്നായിട്ടൊക്കെ പ്ലാന്റ്സ്, അതായത് നമ്മുടെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ബയോമാസ് അല്ലെ? എന്താണ് ബയോമാസ് ഉണ്ടാക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഓർഗാനിക് മാറ്റർ ഉണ്ടാക്കും. എനർജി ഫ്ലോ നന്നായിട്ട് നടക്കും. സോ പ്രൊഡക്ടിവിറ്റി കൂടി. ഓക്കെ, ഇതും വലിയൊരു കാര്യമാണ് ഫോർ ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഓക്കെ, മോർ സോളാർ എനർജി, സോ ഹയർ പ്രൊഡക്ടിവിറ്റി, ഹയർ ബയോമാസ് ഓർ ഹയർ ഓർഗാനിക് മാറ്റർ ഇൻ ദീസ് ട്രോപ്പിക്കൽ റീജിയൻസ്. സോ ഇതൊക്കെയാണ് എന്തിന്റെ റീസൺ എന്ന് പറയുന്നത്? നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിൽ ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റിക്ക് റീസൺസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? റീസൺസ് എന്തൊക്കെയാ? ഒന്ന്, മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ട്രോപ്പിക്കൽ റീജിയൻസ് അൺഡിസ്റ്റർബ്ഡ് ആണ്. സോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അവിടെ കൂടും. അതേപോലെ തന്നെ അവിടുത്തെ എൻവയോൺമെന്റ് ലെസ് സീസണൽ ആണ്. ഓക്കെ, സോ നിഷേ സ്പെഷ്യലൈസേഷൻ നടക്കും, സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടും. മോർ സോളാർ എനർജി കിട്ടുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. സോ ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും ആൻഡ് അതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടും. ഓക്കെ, അപ്പോൾ റീസൺസ് ചോദിക്കുകയാണെങ്കിൽ ഈ 3 എണ്ണമാണ് നിങ്ങളുടെ ഇവിടെ പ്രധാനമായിട്ട് എഴുതേണ്ടത് കേട്ടോ. Tropical Amazonian rainforest in South America has the greatest biodiversity on earth. Do you agree with this? ആണോ? യെസ്, നമുക്ക്
ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണിക്കുന്ന സ്ഥലമാണ്. നമ്മളത് അംഗീകരിക്കും അല്ലെ, ആ ഒരു ഫോറസ്റ്റിൽ അത്രയും സ്പീഷീസ് ഉണ്ട്, അംഗീകരിക്കും. കാരണം ഇതുള്ളത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. ഓക്കെ, ട്രോപ്പിക്കൽ റീജിയനിലാണ്. ആൻഡ് ഈ പറയുന്ന 3 കാര്യങ്ങളും നന്നായിട്ട് അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ആ റീസൺ ആണ് നിങ്ങളിവിടെ എഴുതേണ്ടത് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളെ പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമ്മൾ പറയാം? ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതേ നമ്മളെ ജർമ്മൻ നാച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ ജോഗ്രഫർ ആയിട്ടുള്ള അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. എന്താണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് ഈ ഒരു സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടും, സ്പീഷീസ് റിച്ച്നെസ് കൂടും. അതായത് ഏരിയ എങ്ങനെ കൂടുന്നതിനനുസരിച്ച് അവിടെ സ്പീഷീസിന്റെ എണ്ണം കൂടുന്നു. ഇതാണ് നമ്മുടെ ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് കൂടി അങ്ങേ തലത്തിലേക്കൊന്നും എത്തുന്നില്ല. ഇതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലെ. എത്ര ഏരിയ എങ്ങനെ കൂടിയാലും, ആ ഒരു സ്പീഷീസ് റിച്ച്നെസ് ആദ്യമൊക്കെ കൂടിയാലും ഒരു ലിമിറ്റ് വരെ മാത്രമേ ഈ ഒരു കാര്യം നടക്കുന്നുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് അതൊരു കോൺസ്റ്റന്റ് ലെവലിൽ പോകും. ഇതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പല വെറൈറ്റി ഓഫ് ടാക്സേനിലെ ആ ഒരു ഏരിയയും സ്പീഷീസ് റിച്ച്നെസ്സും എന്ത് ചെയ്തു ഒന്ന് നോക്കി, ആ റിലേഷൻഷിപ്പ് നോക്കി. ആൻജിയോസ്പേംസ്, പ്ലാന്റ്സ്, ബേർഡ്സ്, ബാറ്റ്, ഫ്രഷ് വാട്ടർ ഫിഷസ്, ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ടാക്സി എടുത്തിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും പരസ്പരം എന്ത് ചെയ്തത് റിലേറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ കിട്ടി. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. യെസ്, സോ അദ്ദേഹത്തിന് കിട്ടിയ ഗ്രാഫ് ഈ ഗ്രാഫാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. മക്കളെ നോക്കിക്കേ, എന്താ ഇദ്ദേഹം പറഞ്ഞേ? ഏരിയ അല്ലെ, ഏരിയ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇതാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറഞ്ഞത്. ഓക്കെ, അതായത് ലാർജർ ഏരിയ എന്ന് വിചാരിക്കും, വലിയ സ്ഥലം അല്ലെ, ലാർജ് ഏരിയ ആണെങ്കിൽ അവിടെ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ വെറൈറ്റീസും നമ്പറും ഒക്കെ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഓക്കെ, വളരെ 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 എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ ആദ്യം ഒരു ചെറിയ സ്ഥലം എടുത്തു. ഓക്കെ, ചെറിയൊരു സ്ഥലം എടുത്തു, 1 ഏക്കർ സ്ഥലം എടുത്തു. ഓക്കെ, അവിടെ ഞാൻ നോക്കിയപ്പം എനിക്ക് 100 ആനിമൽസിനെ കിട്ടി, 100 പ്ലാന്റ്സിനെ കിട്ടി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഈ സ്ഥലം അങ്ങോട്ട് കൂട്ടി. അതായത് ഞാൻ ഒരു 1000 ഏക്കർ സ്ഥലം എടുത്തു. ആ സ്ഥലത്ത് കൂടെ എന്താ പറയുക, പുഴയും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഏകദേശം ഒരു 10,000 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും ഉണ്ടാവും. ഈ വാട്ടർ ബോഡിയും കൂട്ടുകയാണെങ്കിൽ അതിലും നമുക്ക് എന്ത് 1000 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും കിട്ടും. അതായത് അത്രയും എന്ത് ചെയ്തു, സ്ഥലം കൂടിയതിനനുസരിച്ച് ആ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കൂടി, പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് കൂടി, നമ്പറും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇതാണ് ഇദ്ദേഹം സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കൊണ്ട് പറഞ്ഞതല്ലേ. യെസ്, അപ്പൊ ഇദ്ദേഹം ഇതിന്റെ ഗ്രാഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. യെസ്, അപ്പൊ ഇദ്ദേഹം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ഗ്രാഫ് ചെയ്തു. ആൻഡ് ഇവിടെ പറയുന്നത്, അതായത് നമ്മുടെ വൈ ആക്സിസ് ആണത്. വൈ ആക്സിസിൽ എന്താ കൊടുത്തിരിക്കുന്നത്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് എക്സ് ആക്സിസിൽ എന്താ കൊടുത്തിരിക്കുന്നത്, ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തേ, പ്ലോട്ട് ചെയ്തു. അതായത് ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇദ്ദേഹം പ്ലോട്ട് ചെയ്തു. അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടിയത് ഇതുപോലെ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. എന്താ കിട്ടിയത്, ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള. കണ്ടില്ലേ, ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി ഇങ്ങനെ കൂടി വന്നു. പക്ഷേ അതൊരു ലിമിറ്റിലെത്തിയപ്പം പിന്നെ എന്തായി, കോൺസ്റ്റന്റ് ആയി. ഓക്കെ, പിന്നെ അതൊരു സെയിം ലെവൽ അങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങി. ഇതാണ് ഇദ്ദേഹം ആദ്യം പറഞ്ഞത്. സോ ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള, ഈ ഒരു ഗ്രാഫിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കിട്ടുക, നോക്കിക്കേട മക്കളെ. എസ്, സ്പീഷീസ് റിച്ച്നെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ ആക്കണം അല്ലെ. ദാറ്റ് ഇസ് എസ് എസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തു, സി എ റേസ് ടു സെഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ആണ് എസ് എസ് ഈക്വൽ ടു സി എ റേസ് ടു സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിനെ നമുക്ക് ലോഗ് എടുക്കാം. ഇതിന്റെ എന്തെടുക്കാം, ലോഗറിതമിക് സ്കെയിൽ എടുക്കാം. അപ്പൊ എങ്ങനെയാ വരുന്നത്, ലോഗ് എസ് എസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. ഓക്കെ, അപ്പൊ ലോഗ് എടുക്കുമ്പോൾ, അതായത് ഈ കൊടുത്തിരിക്കുന്ന ഗ്രാഫിൽ റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ആ ഒരു എന്താ പറയുക ഇക്വേഷൻ എസ് എസ് ഈക്വൽ ടു സി എ റേസ് ടു സെഡ് ആണെങ്കിൽ ഇതിന്റെ ലോഗ് എടുത്തപ്പോൾ നമുക്ക് എങ്ങനെയാ കിട്ടിയത് ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ. എന്താ കിട്ടിയത്, സ്ട്രെയിറ്റ് ലൈൻ. ഇതിന്റെ ഇക്വേഷൻ ആണ് ലോഗ് എസ് ഇസ് ഈക്വൽ ടു
ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയമുണ്ട്. അതായത് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? y ഇസ് ഈക്വൽ ടു അല്ലെ, എന്താ y ഇസ് ഈക്വൽ ടു സി അല്ലെ, സി പ്ലസ് എം എക്സ്. ഇതാണ് സംഭവം. ലോഗ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. സ്ട്രേറ്റ് ലൈനല്ലേ കിട്ടിയത്, ദാറ്റ് ഇസ് y ഇസ് ഈക്വൽ ടു സി പ്ലസ് എം എക്സ്. അതിന്റെ ഇക്വേഷൻ ആണ് അത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ ഒരു ഗ്രാഫ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, യെസ്, നോക്കിക്കടാ, ദാ വൈ ആക്സിസിൽ സ്പീഷീസ് റിച്ച്നെസ്സും എക്സ് ആക്സിൽ ഏരിയയും. ഫസ്റ്റ് കിട്ടിയത് എന്താ? എസ് എസ് ഈക്വൽ ടു സി എ റൈസ് ടു സെഡ്, അതൊരു റെക്ടാംഗുലർ ഹൈപ്പർബോള. പിന്നെ ലോഗ് എടുത്തപ്പം ലോഗ് സ്കെയിൽ സ്ട്രേറ്റ് ലൈൻ കിട്ടി, ലോഗ് എസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. എസ് എന്താ? സ്പീഷീസ് റിച്ച്നെസ്. എ എന്താ? ഏരിയ. സെഡ് എന്താ? അത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ് കേട്ടോ. ലൈനിന്റെ സ്ലോപ്പ് ആണ്. സെഡിനെ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കാം. ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ്? വൈ ഇന്റർസെപ്റ്റ് ആണ്. ഇതിൽ സെഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെഡ് എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത്. സി വൈ ഇന്റർസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഈ ഒരു സ്ലോപ്പിൽ ചേഞ്ച് വരും. എങ്ങനെയാ ചേഞ്ച് വരിക? യെസ്, നോക്കിക്കേ. ഇനിയിപ്പം സ്ലോപ്പ് കൂടുതൽ സ്റ്റീപ്പർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് സ്ലോപ്പ് എന്ന് വിചാരിക്കുക. കൂടുതൽ സ്ലീപ്പർ ആണെന്ന് വിചാരിക്കുക. സ്ലീപ്പർ അല്ല, സ്റ്റീപ്പർ. ഓക്കെ, ഇത് ഞാൻ ഒന്നും കൂടി വരയ്ക്കുന്നുണ്ടേ. ഓക്കെ, സോ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു ലോഗറിതമിക് സ്കെയിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്റ്റീപ്പർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് സ്റ്റീപ്പർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്താ? ഇതാണ് സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പിനെ നമുക്ക് എന്തിൽ റെപ്രസെന്റ് ചെയ്യാം? തീറ്റ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു സെഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു ആംഗിൾ ബേസിൽ തീറ്റ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു സെഡ് ഇസ് ഈക്വൽ ടു തീറ്റ. സോ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ കുറച്ചും കൂടി സ്റ്റീപ്പർ ആണ്, വളരെ കുത്തനെ അങ്ങോട്ട് മുകളിലേക്ക് ഉയർന്നു പോവാണ് അല്ലെ. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് കൂടുതലല്ലേ. പക്ഷേ ഈ ഒരു സ്ലോപ്പ് ഇങ്ങനെയാ വരുന്നതെന്ന് വിചാരിച്ച, അങ്ങനെയാണെങ്കിൽ എത്രയാ തീറ്റ അല്ലെങ്കിൽ സ്ലോപ്പ്? സെഡ് എത്രയാ? ഇത്രയാണ്. കുറവോ കൂടുതലോ? ഇവിടെ കുറവാണ്, ഇവിടെ എന്താണ്? കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതിലൂടെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? അതായത് സ്ലോപ്പ് കൂടുതലാന്ന് വിചാരിക്കുക. ഓക്കെ, മോർ സ്ലോപ്പ് എന്ന് പറഞ്ഞാല് എന്താണ് കൂടുതൽ? മോർ തീറ്റ എന്ന് പറയുമ്പോൾ മോർ സെഡ് വാല്യൂ. സെഡിന്റെ വാല്യൂ കൂടി, റിഗ്രഷൻ കോഎഫിഷ്യന്റ് കൂടി അല്ലെ. യെസ്, മോർ സെഡ് വാല്യൂ, ദാറ്റ് മീൻസ് മോർ സ്പീഷീസ്. അതിന്റെ അർത്ഥം എന്താ? മോർ സ്പീഷീസ്. കാരണം ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കേ, സ്പീഷീസ് എവിടെയാ കൂടുതൽ നോക്കിക്കേ. സ്പീഷീസ് എന്താ? ഇതിലാണോ കൂടുതൽ? ഇതിലാണോ കൂടുതൽ? ഇതിലാണോ കൂടുതൽ അതോ ഇതിലാണോ കൂടുതൽ? സ്പീഷീസിന്റെ റിച്ച്നെസ് കൂടുന്നത് ആ സ്ലോപ്പ് ഓഫ് ദ ലൈൻ കൂടുമ്പോഴാണ്, തീറ്റ കൂടുമ്പോഴാണ്, സെഡിന്റെ വാല്യൂ കൂടുമ്പോഴാണ്. അപ്പൊ ആ സമയത്ത് സ്റ്റീപ്പർ ആയിട്ടായിരിക്കും ഈ സ്ട്രേറ്റ് ലൈൻ പോകുന്നത്. കുത്തനെ ഉയർന്നിട്ടായിരിക്കും ഈ ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ ലോഗ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ആര് കൊണ്ടുവന്നത്? ഇതാണ് നമ്മുടെ ആര് കൊണ്ടുവന്നത്? എന്താ നമ്മുടെ ആളുടെ പേരെന്തായിരുന്നു? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. സോ ദിസ് ഗ്രാഫ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒന്നുമില്ലടാ, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസിന്റെ റിച്ച്നെസ് കൂടും. പക്ഷേ അതൊരു ലിമിറ്റ് വരെ മാത്രമേ കൂടുള്ളൂ. പിന്നെ അത് എന്താകും? കോൺസ്റ്റന്റ് ആയിട്ട് പോകും. അപ്പൊ ആദ്യം ഇദ്ദേഹം നോക്കിയപ്പോൾ ഇതിനൊരു ഗ്രാഫ് ഉണ്ടാക്കി. സ്പീഷീസ് റിച്ച്നെസ് വൈ ആക്സിസിൽ, ഏരിയ എക്സ് ആക്സിസിൽ വെച്ചിട്ട് ഒരു ഗ്രാഫ് ഉണ്ടാക്കിയപ്പം ആദ്യം കിട്ടിയത് റെക്ടാംഗുലർ ഹൈപ്പർബോള വിത്ത് ആൻ ഇക്വേഷൻ എസ് ഈക്വൽ ടു സി റൈസ് ടു സെഡ്. പിന്നെ അതിൽ ലോഗ് എടുത്തപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടിയത്. ലോഗ് എസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. അതിൽ ഓരോ ആൾക്കാരും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് പഠിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫിന് മാറ്റം വരാം അല്ലെ. കൂടുതൽ ഈ ഗ്രാഫ് ഇങ്ങനെ മോർ സ്റ്റീപ്പർ ആയിട്ട് പോവുകയാണെങ്കിൽ അതായത് സെഡ് കൂടും. സെഡ് കൂടുതലാണെങ്കിൽ സ്പീഷീസ് കൂടും. ഇനി ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോ, അധികം സ്റ്റീപ്പർ അല്ല, ഡൗൺവേർഡ് ആയിട്ടാണ് പോകുന്നതെങ്കിലോ, അതിന്റെ അർത്ഥം എന്താ? സെഡ് കുറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? സ്പീഷീസ് കുറഞ്ഞു. ഇതാണ് ഈ ഒരു സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, സോ ഇക്കോളജിസ്റ്റുകൾ ഡിസ്കവർ ചെയ്ത ചില എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ടാക്സോണമിക് ഗ്രൂപ്പ്, അതായത് ഏതാ സ്പീഷീസ്, ഏതാ വെറൈറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ചില റീജിയൻസിനെ പരസ്പരം കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ബ്രിട്ടനിലെ പ്ലാന്റ്സ്, കാലിഫോർണിയയിലെ ബേർഡ്സ്, ന്യൂയോർക്ക് സ്റ്റേറ്റിലെ മോളുസ്കിൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ടാക്സ് നോക്കാതെ തന്നെ പല റീജിയൻസിലുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ എല്ലാ റീജിയനിലും നമുക്ക് സെഡ് വാല്യൂ കിട്ടുന്നത് 0.1 to 0.2 ആണ്.
അതിന്റെ അർത്ഥം ഈ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ പറഞ്ഞ ബ്രിട്ടൻ ആയിക്കോട്ടെ, ന്യൂയോർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കാലിഫോർണിയ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കിട്ടുന്ന സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 0.1 to 0.2 ആണ്. അതായത് എന്താണ്, സിമിലർ ആണ്. കാരണം ഇതെല്ലാം സ്മോളർ ഏരിയ. അതായത് ഞാൻ ബ്രിട്ടൻ എടുത്തു, ബ്രിട്ടൻ ഒരു കുഞ്ഞി ഏരിയ. ഞാൻ കാലിഫോർണിയ എടുത്തു, ആ കാലിഫോർണിയ ഒരു കുഞ്ഞി ഏരിയ. ന്യൂയോർക്ക് എടുത്തു, ഒരു കുഞ്ഞി ഏരിയ. അപ്പൊ അങ്ങനെ കുറേ ചെറിയ 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 ഏരിയസിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കമ്പയർ ചെയ്തപ്പം നമുക്ക് കിട്ടിയ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് സെയിം ആണ്, സിമിലർ ആണ്. ഇവരുടെ എല്ലാ സ്ഥലത്തും എന്താണ്, സെയിം സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സെഡിന്റെ വാല്യൂ 0.1 to 0.2 ആണ്. കാരണം എല്ലാം എന്താ, സ്മോളർ ഏരിയാസ് ആണ്. പക്ഷേ വെൻ വി കം ടു എ ലാർജർ ഏരിയ, അതായത് വലിയ ഏരിയ, അതായത് കോണ്ടിനെന്റ് നമ്മൾ എടുക്കുക, എൻറ്റയർ കോണ്ടിനെന്റ്, അപ്പൊ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഒബ്വിയസ്ലി എന്താ, കൂടും. കാരണം അവിടെ റിസോഴ്സസ് കൂടി, വലിയ കോണ്ടിനെന്റ് അല്ലേ. ആ വലിയ കോണ്ടിനെന്റ് എന്ന് പറയുമ്പോൾ റിസോഴ്സസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സ്പീഷീസിന്റെ എണ്ണം എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റീപ്പർ ആയിട്ട് പോകും. അതായത് സെഡ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ സെഡിന്റെ വാല്യൂ വരുന്നത് 0.6 to 1.2 ആണ്. കണ്ടോ, ചെറിയ ഏരിയയുടെ സെഡ് വാല്യൂ 0.1 to 0.2, വലിയ ഏരിയയുടെ അതായത് കോണ്ടിനെന്റ് പോലുള്ള ഏരിയയിലാണെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു 0.6 to 1.2. അതായത് സെഡ് വാല്യൂ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഏരിയ കുറവാണെങ്കിൽ സെഡ് വാല്യൂ കുറവ്, സ്പീഷീസ് കുറവ്. ഏരിയ കൂടുതലാണെങ്കിൽ സെഡ് വാല്യൂ കൂടുതൽ, സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലായിരിക്കും. ഇതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. അതായത് ഇപ്പൊ പല കോണ്ടിനെന്റ്സിലെയും ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഉണ്ടാവില്ലേ, ആ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ നമ്മൾ എന്തിനെ കമ്പയർ ചെയ്യാണ്, ഒന്ന് ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ്, അതായത് ഫ്രൂജിവോറസ് ബേർഡ്സ്, പഴങ്ങൾ കഴിക്കുന്ന പക്ഷികളെയും മാമൽസിനെയൊക്കെ നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടി, സെഡ് വാല്യൂ കിട്ടി. ആ സെഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.15 ആയിരുന്നു. 1.15. കാരണം നമ്മൾ കുറെ കോണ്ടിനെന്റ്സിനെയാണ് കമ്പയർ ചെയ്യുന്നത്. കുറെ കോണ്ടിനെന്റ്സ്, സ്മോളർ ഏരിയ ഇല്ല, ഓരോരോ പ്രത്യേക കൺട്രീസോ സ്ഥലങ്ങളോ ഒന്നുമല്ല, കോണ്ടിനെന്റ്സിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സെഡിന്റെ വാല്യൂ കൂടുതലാണ്, 1.15 ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആലോചിച്ച് വെക്കുക കേട്ടോ. ഫോർ സ്മോളർ ഏരിയ സെഡ് വാല്യൂ 0.1 to 0.2 ആൻഡ് ലാർജർ ഏരിയ ലൈക്ക് കോണ്ടിനെന്റ് 0.6 to 1.2 ആയിരിക്കും സെഡിന്റെ വാല്യൂ വരുന്നത്. അപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് മനസ്സിലായല്ലോ. അപ്പോൾ സയന്റിസ്റ്റിന്റെ പേരടക്കം പഠിച്ചു വെക്കുക കേട്ടോ. നെയിം എസ്, എ, സെഡ് ആൻഡ് സി ഇൻ ദ ഗ്രാഫ്. എന്താണ് എസ്? സ്പീഷീസ് റിച്ച്നെസ് അല്ലേ, സ്പീഷീസ് റിച്ച്നെസ്. ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ആണ്. സെഡ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ്, സ്ലോപ്പ് ഓഫ് ലൈൻ അല്ലെ. സ്ലോപ്പ് ഓഫ് ലൈൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഷീസ് റിച്ച്നെസ്. ആൻഡ് സി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ്. നെയിം ദ സയന്റിസ്റ്റ് ഹു എക്സ്പ്ലെയിൻഡ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ആളാരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഓക്കെ, അപ്പൊ ആളുടെ പേരടക്കം പഠിച്ചു വെക്കുക കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ്. യെസ്, അപ്പൊ അതാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ട് നമ്മുടെ പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഒന്ന് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റും മറ്റൊന്ന് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പും. ഓക്കെ, അടുത്തത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ടു ദ എക്കോസിസ്റ്റം. നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ആ ഒരു ബാലൻസ് നമുക്ക് നിലനിർത്തണമെങ്കിൽ എന്തുകൊണ്ടാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇത്രയും അധികം ഇമ്പോർട്ടന്റ് ആവുന്നത്? ഓക്കെ, നമുക്കറിയാം നമ്മുടെ എക്കോസിസ്റ്റം ബാലൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹ്യൂമൻ റേസ്. നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടിരിക്കണം അല്ലേ. എക്കോസിസ്റ്റത്തിന് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി ആണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. സോ കൂടുതൽ സ്പീഷീസ് ഉള്ള കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ കുറവ് സ്പീഷീസ് ഉള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴോ ആ ഒരു കമ്മ്യൂണിറ്റി വളരെ സ്റ്റെബിലിറ്റി കുറവുള്ളതായിരിക്കും. ഓക്കെ, എന്താണ് ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി? ഞാൻ പറഞ്ഞു, സ്പീഷീസ് കൂടുതലാണെങ്കിൽ അത് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി, സ്പീഷീസ് കുറവാണെങ്കിൽ അതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. എന്താണ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റിന്റെ പ്രത്യേകത? അവര് അധികം എന്ത് കാണിക്കുന്നില്ല. അതായത് ഇപ്പം ഈ ഒരു ഇയറിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ബയോമാസ് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ അടുത്ത വർഷവും ഏകദേശം എക്സ് തന്നെയാണ്, അതിൻ്റെ അടുത്ത വർഷവും ഏകദേശം എക്സ് തന്നെയാണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റിയിൽ അധികം വേരിയേഷൻസ്, മാറ്റങ്ങൾ, ഡിഫറൻസ്, ചേഞ്ചസ് ഒന്നും കാണിക്കാത്തത് സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയാണ്. അതായത് ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഓരോ ഇയറും മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ബയോമാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും സ്റ്റേബിൾ അല്ലെങ്കിൽ സിമിലർ ആയിരിക്കും. അതിനധികം എന്തുണ്ടാവില്ല, വലിയ വലിയ ചേഞ്ചസോ മാറ്റങ്ങളോ വേരിയേഷൻസോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? അതായത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം നാച്ചുറൽ കലാമിറ്റീസ്, ഒക്കേഷണൽ ആയിട്ട് വരുന്ന ചില ഡിസ്റ്റർബൻസസ് അല്ലേ. ഇപ്പം നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുമ്പോൾ ഫ്ലഡ്, ഡ്രോട്ട്, അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അല്ലേ, കറ്റാസ്ട്രോഫീസ്, വെള്ളപ്പൊക്കം വരിക, വരൾച്ച വരിക, ഇതിനോടൊക്കെ റെസിസ്റ്റൻസ് കാണിക്കാൻ ഈ കമ്മ്യൂണിറ്റിക്ക് പറ്റും. കാരണം അവർ സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയാണ്. അതേപോലെ മാൻമെയ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവില്ല, ഡീഫോറസ്റ്റേഷൻ,
അല്ലെങ്കിൽ നമ്മൾ പോയി തങ്ങി പാർത്തിട്ട് നമ്മൾ കാടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കുക, അതായത് കോളനൈസേഷൻ. ഇങ്ങനെയുള്ള ചില മാൻമെയ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും അവർ റെസിസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷനും നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിൽ അധികം കാണാനായിട്ട് പറ്റില്ല. എന്താ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിൽ സ്വന്തമല്ലാത്ത ഒരു സ്പീഷി വേറെ നാട്ടിൽ നിന്ന്, വേറെ രാജ്യത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് കുടിയേറി പാർക്കുക, അല്ലെ? നമ്മൾ മുഴു അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ പായല്, ഇങ്ങനെയുള്ളതൊന്നും നമ്മുടെ സ്വന്തം ആൾക്കാരല്ല കേട്ടോ. അത് നമ്മളെ നാട്ടിൽ വന്ന് പെട്ട് ഇവിടെ അങ്ങോട്ട് അവർ പടർന്നു പിടിച്ചതാണ്. പക്ഷെ ഇങ്ങനത്തെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷനൊന്നും നമുക്ക് സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിൽ കാണാനായിട്ട് പറ്റൂല. അപ്പോൾ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ആയിട്ടോ നാച്ചുറൽ ആയിട്ടോ വരുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഏലിയൻ സ്പീഷീസ് ഇൻവേഷനിൽ നിന്നൊക്കെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു, അതായത് അവർ റെസിസ്റ്റന്റ് ആണ്. അതാണ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി. ആൻഡ് പ്രൊഡക്ടിവിറ്റി ഫ്രം ഇയർ ടു ഇയർ വിൽ ബി സ്റ്റേബിൾ. ദർ ഇസ് നോ മച്ച് വേരിയേഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി ഓർ ബയോമാസ്. ഓക്കെ, അതാണ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി. അപ്പൊ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്തതേ നമ്മുടെ ഡേവിഡ് ടിൽമാൻ ആണ് കേട്ടോ. ആരാണ്? നമ്മുടെ ഡേവിഡ് ടിൽമാൻ. ഇദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തി. ശരിക്കും പറഞ്ഞാൽ 1, 2, 3 ദിവസം കൊണ്ട് നടത്തിയ എക്സ്പെരിമെന്റ് അല്ല, എത്രയോ കാലങ്ങൾ എടുത്തിട്ടുള്ള ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെന്റ്സ് ആണ് ഡേവിഡ് ടിൽമാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ പറമ്പിലാ ചെയ്തത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഔട്ട്ഡോർ പ്ലോട്ട്, ആ ലാൻഡ് ഏരിയനെ നമുക്ക് പ്ലോട്ട് എന്ന് തന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ, സോ എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ സ്പീഷീസ് റിച്ച്നെസിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് കുറെ സ്ഥലങ്ങൾ എടുത്തു. ആ സ്ഥലങ്ങൾ എടുത്തിട്ട് ഇദ്ദേഹം ആ ഓരോ സ്ഥലത്തിന്റെയും ഏരിയ കണക്ക് കൂട്ടിയിട്ട് അവിടുത്തെ സ്പീഷീസ് റിച്ച്നെസ്സും കാര്യങ്ങളും നോക്കി ആ കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആണോ അല്ലയോ എന്നൊക്കെ നോക്കി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഗ്രാസ് ലാൻഡ്. ഇപ്പൊ ഗ്രാസ് ലാൻഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഏരിയ ആണ്, വെറും ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റം മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഈ ഗ്രാസ് ലാൻഡിൽ ഗ്രാസുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ ആവുമ്പം ആ ഗ്രാസുകളെല്ലാം ഉണങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഉണങ്ങിപ്പോകുമ്പം ആ ഗ്രാസുകളെ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ ജീവിച്ചിരുന്ന പല ഓർഗാനിസംസും, അല്ലെ, ഇൻസെക്ട്സോ ബേർഡ്സോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം, ഈ ഓർഗാനിസംസ് ഒക്കെ ആ ഗ്രാസ് ഇല്ലാതായപ്പം അവരെന്ത് ചെയ്തു? മൈഗ്രേറ്റ് ചെയ്തിട്ട് അവർ വേറെ റീജിയനിൽ പോയിട്ട് ജീവിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ആ കമ്മ്യൂണിറ്റി സ്റ്റേബിൾ അല്ലല്ലോ. ആ കമ്മ്യൂണിറ്റിന്റെ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കുറഞ്ഞു. പക്ഷേ നിങ്ങൾ ഒരു വലിയ ഏരിയ എടുക്കുകയാണ്, അവിടെ കുറേ ട്രീസ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, ഹെർബ്സ് ഉണ്ട്, പല ടൈപ്പ് ബേർഡ്സ് ഉണ്ട്, അല്ലെ, ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായാൽ പോലും ഇത്രയും അധികം സ്പീഷീസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ചെറിയ ചേഞ്ച് ഒരിക്കലും ഇവരുടെ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കുന്നില്ല, ബയോമാസിനെ ബാധിക്കുന്നില്ല. ഇതാണ് ഡേവിഡ് ടിൽമാന്റെ എക്സ്പെരിമെന്റിലൂടെ ഇദ്ദേഹം പ്രൂവ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞത്? മോർ സ്പീഷീസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ ബയോമാസ് എന്ന് പറയുന്നത് ഓരോ ഇയർ മുന്നോട്ടേക്ക് പോകുന്തോറും സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, സോ സ്പീഷീസ് കൂടുതലാണ്, ഡൈവേഴ്സിറ്റി കൂടുതലാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടുമെന്നാണ് ഡേവിഡ് ടിൽമാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ട്സ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓൾസോ ദ ബയോമാസ് വിൽ നോട്ട് ഗെറ്റ് ചേഞ്ച്ഡ് ഇയർ ടു ഇയർ. ഓക്കെ, സോ റിച്ചർ ഡൈവേഴ്സിറ്റി എന്താണ്? ലീഡ്സ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓൾസോ അങ്ങനെ ഹയർ പ്രൊഡക്ടിവിറ്റി കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഹെൽത്തി എക്കോസിസ്റ്റം, അല്ലെ? ആ എക്കോസിസ്റ്റം ബാലൻസ്ഡ് ആണ്. സ്പീഷീസ് കുറയുണ്ട്, പ്രൊഡക്ടിവിറ്റി കുറയുണ്ട്, അപ്പൊ ആ എക്കോസിസ്റ്റം ബാലൻസ്ഡ് ആണ്. ഓക്കെ, ആ എക്കോസിസ്റ്റം പെട്ടെന്ന് അങ്ങോട്ട് നശിക്കുന്നില്ല. സോ അങ്ങനെയുള്ള ഒരു എക്കോസിസ്റ്റം ആണ് നമ്മൾ ഹ്യൂമൻ റേസിന്റെ, മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടത്. അങ്ങനത്തെ ഒരു സ്റ്റേബിൾ ബാലൻസ്ഡ് എക്കോസിസ്റ്റം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി സർവൈവൽ ഓഫ് ഹ്യൂമൻ റേസ്. ഇതാണ് ഡേവിഡ് ടിൽമാനിന്റെ എക്സ്പെരിമെന്റ്. ഓക്കെ, മനസ്സിലായോ? ഡേവിഡ് ടിൽമാന്റെ എക്സ്പെരിമെന്റ് മനസ്സിലായത്? ആലോചിച്ചാൽ മതി. ഒരു ഗ്രാസ് ലാൻഡും അല്ലെങ്കിൽ ട്രീസും ഷ്രബ്സും ഹെർബ്സും എല്ലാം ഉള്ളൊരു ലാൻഡ് വിത്ത് ആനിമൽസ്, പ്ലാന്റ്സ്, ബേർഡ്സ് ഒക്കെ ഉള്ളൊരു ലാൻഡുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ എവിടെ പ്രൊഡക്ടിവിറ്റി കൂടുതൽ? കുറേ സ്പീഷീസ് ഉള്ളത് ഏതാ? ട്രീസും ഷ്രബ്സും ഹെർബ്സും ബേർഡ്സും ഫിഷും ഇൻസെക്ട്സും എല്ലാം ഉള്ള ആ ഒരു കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ സ്പീഷീസ് ഉള്ള കമ്മ്യൂണിറ്റി. അത് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി, കാരണം അവിടെ പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. മറ്റേ സ്ഥലത്ത് വെറും ഗ്രാസ് ലാൻഡേ ഉള്ളൂ, ഗ്രാസേ ഉള്ളൂ, കൂടിപ്പോയാൽ കുറച്ച് ഇൻസെക്ട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ലെസ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയാണ്. പ്രൊഡക്ടിവിറ്റി ചിലപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഒറ്റയടിക്ക് ഡിക്ലൈൻ ആവാം. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഒരൊറ്റ ടോപ്പിക്ക് കൂടി നമുക്ക് പറയാനുണ്ട്. എന്താണത്? ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ടോപ്പിക്, അതാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. എന്താണടാ? റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. അപ്പൊ ഈ ഒരു കാര്യം പ്രൊപ്പോസ് ചെയ്തത് സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആയിട്ടുള്ള പോൾ ഏർലിച്ച് ആണ്. ഇദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ തന്നെ പഠിച്ചോളാം, പോൾ ഏർലിച്ച്. ഓക്കെ,
ഈ പോൾ ഏർലിച്ചാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത്. അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സ്പീഷീസിന്റെ സർവൈവൽ, അതായത് സ്പീഷീസ് നശിക്കാതെ എക്സ്റ്റിങ്ക്റ്റ് ആവാതെ സ്പീഷീസിനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ ബാലൻസിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നുമില്ല, ഒരു എന്താ പറയുക, ഭൂമിയുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള സ്പീഷീസ് നിലനിന്ന് പോവുക, സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതായത് വംശനാശം ഒന്നും സ്പീഷീസിന് സംഭവിക്കാതിരിക്കട്ടെ, നമ്മൾ അവരെ അതായത് മനുഷ്യന്മാരുടെ ചില പ്രവർത്തികൾ കാരണം സ്പീഷീസ് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പൊരുള്. അപ്പോൾ ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് ഒരു എയ്റോപ്ലെയിൻ എടുത്തു. ഓക്കെ, എയ്റോപ്ലെയിൻ കണ്ടില്ലേ, നമ്മുടെ എയ്റോപ്ലെയിൻ ഫ്ലൈറ്റ് എന്താണെങ്കിലും പറയാം. അപ്പം ഈ എയ്റോപ്ലെയിനിൽ നമുക്കൊരു കാര്യം അറിയാം, എയ്റോപ്ലെയിനിൽ പല ഭാഗങ്ങളും പരസ്പരം ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള എന്താ പറയുക ബോൾട്ട് അല്ലെങ്കിൽ റിവറ്റ്സ്, സ്ക്രൂവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അല്ലേ. അതായത് എയ്റോപ്ലെയിൻ ഒറ്റയടിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഓരോരോ പാർട്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ ജോയിൻ ചെയ്യും. എന്ത് യൂസ് ചെയ്തിട്ട്? ഇതുപോലെയുള്ള റിവറ്റ്സ്, സ്ക്രൂ ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളതിനെ യോജിപ്പിക്കുന്നത്. അപ്പോൾ ഈ എയ്റോപ്ലെയിൻ ഒരു എക്കോസിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന റിവറ്റ് സ്പീഷീസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്പീഷീസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം ഞാൻ എയ്റോപ്ലെയിനിലേക്ക് വരാം. ഇപ്പം നമ്മൾ ഓരോ ആൾക്കാരും ഈ എയ്റോപ്ലെയിനിൽ യാത്ര ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ആളും ഓരോരോ റിവറ്റ് വീതം ഊരിക്കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പം ഓരോ ആൾക്കാരും ആദ്യം ഊരുന്നതിനനുസരിച്ച് എയ്റോപ്ലെയിനിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ 10 ആൾ ഊരി, 100 ആൾ ഊരി, 1000 ആൾ ഊരുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? അതായത് ആ എയ്റോപ്ലെയിൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചങ്ങ് പോവുമല്ലേ. കാരണം പാർട്സൊക്കെ എന്താവും? ലൂസായി ഊരി വീണ് പോവും, എയ്റോപ്ലെയിൻ ഇല്ലാണ്ടായിപ്പോ. ഇതേപോലെയാണ് എക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകത. എക്കോസിസ്റ്റത്തിൽ ആദ്യം ഒരു സ്പീഷി ഇല്ലാതായി, കുഴപ്പമില്ല, 2, 3, 4, 10 കുഴപ്പമില്ല, ഒരു 100 സ്പീഷീസിനെയൊക്കെ നമ്മൾ അങ്ങ് ഇല്ലാണ്ടാക്കി കളയുമ്പോഴേക്ക് ആ കംപ്ലീറ്റ് എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടും. അപ്പൊ എക്കോസിസ്റ്റം അവിടെ നിലനിൽപ്പില്ലെങ്കിൽ നമുക്കും അവിടെ നിലനിൽപ്പില്ല. ഇതാണ് ഈ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് കൊണ്ട് പോൾ ഏർലിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എവറി പാസഞ്ചർ ഓരോ തവണ പ്ലെയിനിൽ സഞ്ചരിക്കുമ്പോഴും, അതായത് ഓരോ റിവറ്റിനെയും എന്ത് ചെയ്യാണ്? ഊരിക്കൊണ്ടുപോവാണ് കേട്ടോ. ഓക്കെ, സോ ഇതിന്റെ അർത്ഥം എന്താണ്? എക്കോസിസ്റ്റത്തിൽ ഓരോ സ്പീഷിയും നമ്മൾ ഇല്ലാതാക്കുകയാണെന്ന് അർത്ഥം. ശരിക്കും ഒരു എക്കോസിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് അവിടുത്തെ എല്ലാ സ്പീഷീസും വേണം. പക്ഷെ ആദ്യമൊക്കെ ഓരോന്ന് പോകുന്നതിനനുസരിച്ച് നമ്മളത് മനസ്സിലാവില്ല. പക്ഷേ കുറേ കാലം ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയിൻ ഇല്ലാതാവുന്നത് പോലെ തന്നെ എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടും, എക്കോസിസ്റ്റം ഇല്ലാതാവും. ഓക്കെ, ഇനി അത് മാത്രമല്ലടാ, ഏത് സ്പീഷിയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റാ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പം നിങ്ങൾ പ്ലെയിനിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെയോ വിൻഡോൻ്റെ അവിടെയോ ഒക്കെയുള്ള റിവറ്റ്സിനെയാണ് നിങ്ങൾ ഊരുന്നത് എന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം ആ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റിക്ക് വരുന്നില്ല. പക്ഷേ നിങ്ങൾ വിങ്സിൻ്റെ അവിടെയുള്ള റിവറ്റ്സ് ആണ് ഊരുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ എയ്റോപ്ലെയിന് പൊടിതെറിച്ചു പോകും അല്ലേ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവറ്റ്സ് വരുന്നത് വിങ്സിൻ്റെ അവിടെയാണ്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം അത് പോയാൽ മൊത്തത്തിൽ പ്ലെയിൻ അങ്ങ് അടിച്ചു പോകും പെട്ടെന്ന്. പക്ഷെ സീറ്റിൻ്റെയോ വിൻഡോൻ്റെയോ അവിടുത്തെ പോവുകയാണെങ്കിൽ അത്ര പ്രശ്നം ആദ്യമൊന്നും വരില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ എക്കോസിസ്റ്റത്തിൽ തന്നെ ചില കീ സ്പീഷീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കാട്ടിൽ ആന, കടുവ, ഇതൊക്കെ കീ സ്പീഷീസാണ്. അപ്പം ഇങ്ങനെയുള്ള കീ സ്പീഷീസിന് എന്തിനുള്ള പ്രത്യേകതയുണ്ട്? കംപ്ലീറ്റ് എക്കോസിസ്റ്റത്തിന്റെ ബാലൻസിനെ നിലനിർത്താനുള്ള പ്രത്യേകതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കീ സ്പീഷീസ് ആണ് വംശനാശമൊക്കെ സംഭവിച്ചു പോകുന്നതെങ്കിൽ കംപ്ലീറ്റ് എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് ഒറ്റയടിക്ക് നഷ്ടപ്പെടും. ഓക്കെ, അത് മെല്ലെ 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 ആ ടൈം ഒന്നും എടുക്കൂല, പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. ഓക്കെ, അതാണ് കീ സ്പീഷീസിന്റെ പ്രത്യേകത. അപ്പം ഇത് മൊത്തം പറഞ്ഞത് പോൾ ഏർലിച്ചാണ് ത്രൂ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. ഓക്കെ, മനസ്സിലായല്ലോ? ജസ്റ്റ് ഒരു പ്ലെയിൻ ആലോചിക്കുക, റിവറ്റ്സ് ആലോചിക്കുക, എക്കോസിസ്റ്റം ആലോചിക്കുക, സ്പീഷീസ് ആലോചിക്കുക. ഓക്കെ, ഇതൊരു കഥ പോലെ അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. യെസ്, ഓക്കേ. അപ്പം നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? പെട്ടെന്ന് പറഞ്ഞാടാ മക്കളെ. അതായത് നമ്മൾ ബയോ ഡൈവേഴ്സിറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ 2 പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റും സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പുമാണ്. പിന്നെ അത് കൂടാതെ തന്നെ കുറേ ആൾക്കാരുടെ പേര് നമ്മൾ പഠിച്ചു. ബയോഡൈവേഴ്സിറ്റിൻ്റെ ടേമിനെ പോപ്പുലറൈസ് ചെയ്തത്, കോയിൻ ചെയ്തതല്ലേ. ഓക്കെ, പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? എഡ്വേർഡ് വിൽസൺ. അത് കൂടാതെ നമ്മൾ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പഠിച്ചു. പിന്നെ ഡേവിഡ് ടിൽമന്റെ എക്സ്പെരിമെന്റ് പഠിച്ചു. പോൾ ഏർലിച്ച് കൊണ്ടുവന്ന റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ആൻഡ് ഓൾസോ ഇന്ന് പറഞ്ഞതിൽ ആ 2 എന്താ പറയുക നമ്മുടെ പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ,
സെറ്റാണ് അല്ലേ? യെസ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അത് സോൾവ് ചെയ്യാം കേട്ടോ. സോ VDPP മറക്കരുത്. അതായത് ഈ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ലിങ്ക് ആയിട്ട് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് കയറുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതൊരു പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് ഈ കണ്ടന്റ് നോളജ് എത്രത്തോളം കിട്ടിയെന്ന് നിങ്ങളെ തന്നെ മനസ്സിലാക്കുക, സെൽഫ് അനലൈസ് ചെയ്യുക, സെൽഫ് അസസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം തരുന്നത്. സോ മറക്കാതെ അത് ചെയ്യുക കേട്ടോ. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. QR കോഡ് ഉണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അല്ലെങ്കിൽ വേദാന്ത മലയാളം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഗ്രൂപ്പ് കിട്ടും, ജോയിൻ ചെയ്യുക. അപ്പോൾ ഡെയിലി ക്വസ്റ്റ്യൻസ്, ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സിലെ നോട്ട്സ്, വീക്കിലി ക്വിസ്, ലൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന എത്രയോ പേർക്ക് ഈ ചാപ്റ്ററിൻ്റെ ആവശ്യമുണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അവരോടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സുമായിട്ട് ലൈവിൽ കാണാം. ചിൽഡ്രൻ, ബൈ ബൈ.